ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മദീനയിലേക്കുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ മോദനശേഷം മദീനയിലേക്ക് തിരിച്ചു വരവേ ഒരു വിശാലമായ മരുഭൂമിയുടെ ചാരത്തുകൂടി നടന്നു പോകവേ മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരുഭൂമിയുടെ വഴിയരികിൽ ഒരു പാവപ്പെട്ട വയോധനയായ ഒരു വൃദ്ധയെ കണ്ടുമുട്ടുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ വൃദ്ധയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മാ എന്താ നിങ്ങളുടെ വിശേഷം എന്താന്ന് ചോദിക്കവേ മദീനയിൽ നിന്ന് കിലോമീറ്റർ അകലെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള ഒരു വിജനമായ ഒരു പ്രദേശത്ത് താമസിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ ആ വരന്നു വരുന്ന വഴിയിൽ തന്നെ മരുഭൂമിയുടെ പാതയോരത്ത് കണ്ടുമുട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മാ നിങ്ങളുടെ വിശേഷം എന്നാന്ന് ചോദിച്ചവയോ ആ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഖത്താബ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണെന്നറിയാതെ മഹാനവറുകളുടെ ഖിലാഫത്ത് കാലഘട്ടമാണ്. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് പറയവേ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മാ നിങ്ങളുടെ ഖലീഫയായ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞ മറുപടി ബൈത്തുൽ മുഖദ്ദസിനാണ് മോചിപ്പിച്ചിട്ട് അദ്ദേഹം വലിയ സമാധാനത്തോടെ തിരിച്ചു വരുന്നെന്ന് ആരോ പറയുന്നത് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് മുമ്പ് നിൽക്കുന്നതെന്നറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഭരണാധികാരിയായ നിങ്ങളുടെ ഖലീഫയായ ഉമറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യമായി തന്റെ ഭരണീയരുടെ ഇടയിലെ ജനഹിത പരിശോധന നടത്തി മാതൃക കാണിച്ച മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ആ വൃദ്ധ പറഞ്ഞു, അത്രേ ലാ ജസാഹുല്ലാഹു അന്നീ ഖൈറാ ആ ഉമറിന് അല്ലാഹു ഒരു നന്മയും വരുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഉമർ നശിച്ച് നാരായണക്കല്ല് പിടിക്കട്ടെ. നമ്മളൊക്കെ പറയുന്നത് പോലെ ഉമറിനെ ശപിച്ചു അത്രയാ വയോവൃദ്ധ. തന്റെ മുമ്പിൽ നിന്ന് ചോദിക്കുന്നത് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നറിയാതെ ആ മരുഭൂമിയുടെ വിജനതയിൽ ഇത് ചോദിച്ചപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങൾ അങ്ങനെ ഉമറിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ? ആ ഉമ്മ പറഞ്ഞ മറുപടി, എത്രയോ നാളുകളായിട്ട് ഈ മരുഭൂമിയുടെ ഓരത്തുള്ളൊരു ചെറിയ ഭാഗത്ത് ഞാൻ താമസിക്കുകയാണ്. ഇതേവരെ ഒരു ദീനാറ് പോലും ഉമർ എന്നെ സഹായിച്ചിട്ടില്ല. ആ ഉമർ ഞങ്ങളുടെ ഭരണാധികാരിയാണെന്നിരിക്കെ ഒരു ദീനാറ് പോലും ഉമറിന്റെ സഹായം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയവേ അതുകൊണ്ട് ലാ ജസാഹുല്ലാഹു അൻഹു ഖൈറാ ഉമറിന് ഒരു നന്മയും കിട്ടാതിരിക്കട്ടെ. സഹോദര, ആരോടാണ് പറയുന്നത്? ശപിക്കുന്നതാരെയാ? ആധുനിക കാലത്തിന്റെ ഭരണാധികാരികൾക്ക് ഇത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഊരിപ്പിടിച്ച വാളും മരയിൽ തൂക്കി നിൽക്കുന്ന ഭരണാധികാരിയെ തെറ്റിദ്ധരിച്ചിട്ട് ആ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞപ്പോ ആ ചൂണ്ടിയ കൈകളിൽ ആരും വിലങ്ങ് വെച്ചില്ല, അയാളെ കൽത്തുറുകളിൽ അടിച്ചില്ല, പോലീസുകാരിൽ ലാത്തിച്ചാർജ് നടത്തിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മാ ഇത്രയും അകലെയല്ലേ നിങ്ങൾ മദീനയിൽ താമസിക്കുന്ന? ഉമർ എങ്ങനെയാണ് നിങ്ങളെ അറിയാ? ഈ മരുഭൂമിയിൽ നോക്കത്താ ദൂരം നീളമുള്ള മരുഭൂമിയിൽ നിങ്ങൾ എവിടെയോ താമസിക്കുന്ന ഒരാളെ മദീനയിൽ ഇരിക്കുന്ന ഉമർ എങ്ങനെ അറിയാ? ആ സമയത്ത് ആ വയോവൃദ്ധ തിരിച്ചൊരു മറുപടി ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഏതു ഭാഗത്തും ചില വൃദ്ധകളുടെ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ പറഞ്ഞതിനെ ഇപ്പോഴത്തെ സാഹചര്യവുമായി നിങ്ങൾ കൂട്ടിക്കിഴക്കണ്ട. ആ ഉമ്മ ചോദിച്ചു, ആ നിങ്ങൾ എന്ത് വർത്തമാനാ പറയാ? ഉമറിനെ ഞങ്ങളെ കുറിച്ച് അറിയില്ലെന്നോ? യഹ്കുമു ബൈനനാ വലാ യഅരിഫുനാ
ഉമർ ഞങ്ങളെ ഭരിക്കുകയും എന്നിട്ട് ഞങ്ങളെ അറിയാതിരിക്കുകയും ചെയ്യുകയോ? ഇതെന്റെ അടുത്തല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ? നാളെ പടച്ചവന്റെ പരലോകത്തെന്നെ കുറിച്ച് ഉമറിനോട് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഉമറിന് ഈ വർത്തമാനം പറഞ്ഞ് ഒഴിവാകാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മാ, നിങ്ങൾക്ക് ഞാനൊരു 35 ദീനാറ് തരാം, 35 സ്വർണ്ണ നാണയം തരാം. ഇതേവരെ ഉമർ തരാത്തതിന് പകരം ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ നിങ്ങൾ ഉമറിനെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരുമോ? തന്റെ മുമ്പിൽ നിന്നിട്ട് ഈ കെഞ്ചുന്നത് ഈ ലോകത്തെ മുഴുവന് കിടുകിടാ വിറപ്പിച്ച വ്യക്തിത്വത്തിന്റെ തവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച നീതിമാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നറിയാതെ ആ ഉമ്മ പറഞ്ഞു, ശരി, ഞാൻ എന്നാൽ അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു സഹോദരാ, ആരാരുമില്ലാത്ത മരുഭൂമിയുടെ വിജനതയില് താൻ ചെയ്ത അനീതിയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടപ്പോ ആ സമയത്ത് തന്റെ കയ്യിൽ നിന്ന് 30 സ്വർണ്ണ നാണയം എടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മാ, ഇനി ഉമറിനെ കുറിച്ച് നിങ്ങളൊരു വാക്ക് പറയരുത്. നാളെ പരലോകത്ത് നിങ്ങൾ ഉമർ അനീതി ചെയ്തെന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു, ഇല്ല ഇല്ല. അപ്പോഴാണ് സഹോദരാ, ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ ആ ഉമ്മ 30 ദീനാറ് കയ്യിൽ വെച്ച് സന്തോഷത്തോടെ കൈമടക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ ഓടി വരുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ നേതാവേ. ആ വിളി കേട്ടപ്പോഴാണ് ഉമ്മ പേടിച്ചു വിറച്ചു പോയത്. അക്കാലത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥാനപ്പേരിന് അർഹർ ഒരേ ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ആ തന്നെ മുമ്പിൽ നിൽക്കുന്നത് ഖലീഫയോടാണ് താൻ ഇതേവരെ സംസാരിച്ചതെന്നറിഞ്ഞ, വിരൽ ചൂണ്ടിയത് ഖലീഫയുടെ നെഞ്ചിന് നേരെയാണെന്നറിഞ്ഞ, ശാപവാക്ക് പറഞ്ഞ ഉമർ തന്നെ മുമ്പിൽ നിൽക്കുന്ന ആഗതനാണെന്നറിഞ്ഞ ആ ഉമ്മ പേടിച്ച് വിറച്ച് കൈകൂപ്പിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ കൈകളിലേക്ക് കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മാ, ആധുനിക ലോകത്തിന്റെ ഭരണാധികാരികൾക്ക് ഏകാധിപത്യത്തിന്റെ ചെങ്കോല് പിടിച്ചിട്ട് ജനത്തെ പിടിച്ചമർത്തുന്ന ഭരണാധികാരികളെ കേട്ടുകൊള്ളുക. ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയോട് കൈകൂപ്പുന്ന ഉമ്മയുടെ കൈവിരൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് വിളിക്കുന്നു, മോനെ അബ്ദുല്ലാ, മോനെ അബ്ദുല്ലാ, ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഒരു കടലാസ് കൊണ്ടുവാ. ആ കടലാസിൽ നീ കരാറെന്ന് എഴുതി പിടിപ്പിക്ക. എന്നിട്ട് എഴുതുകയാണ്, ഹറാമാ സാലഹ ഉമർ ഇബ്നുൽ ഖത്താബ് ലിഫുലാനത്തി ബിൻതി ഫുലാൻ, ഇന്നയാളുടെ മകളായ ഇന്ന പെണ്ണുമായി ഖലീഫയായ ഉമർ എഴുതുന്ന ഷഹാദത്താണിത്. ഞാൻ ഇവരോട് അനീതി കാണിച്ചു എന്ന് പറഞ്ഞതിന് പരിഹാരമായി 30 ദിനാറ് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി വെച്ച് അതിന്റെ താഴെ ആ വൃദ്ധയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഒപ്പിട്ടു. ഇബ്നു മസ്ഊദേ, നീ സാക്ഷിയാണ് കേട്ടോ. അബ്ദുല്ലാഹിന്റെ ഉപ്പാന്റെ ഈ അനീതിക്കെതിരെയുള്ള പരാതി തീർത്തതിൽ നീ സാക്ഷിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കടലാസ് കയ്യിലേക്ക് വാങ്ങിച്ച് മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബ്ദുല്ലാ, നിന്റെ വാപ്പ മരിച്ചിട്ട് ജനാസ പൊതിയുമ്പോ ആ കഫൻതുണിയുടെ കൂടെ ഈ കടലാസ് കഷണവും കൂടി ഒന്ന് വെച്ചേക്കടേ. നാളെ യജമാനനായ റബ്ബിന്റെ മുമ്പ്, രാജാതിരാജനായ റബ്ബിന്റെ മുമ്പ്, എല്ലാ തമ്പുരാന്റെയും വലിയ തമ്പുരാനായ ഏത് മുൽക്കിനേക്കാൾ വലിയ മാലിക്കായ മാലിക്കുൽ മുൽക്കായ റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോ ഒരു തെളിവിന് വേണ്ടി ഇത് വെച്ചേക്കണേ അബ്ദുല്ലാ.
എന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതി തുലാസിന് എവിടെയാണോ ഭംഗം വരുന്നത്, അനീതിക്കെതിരെ എവിടെയാണോ വിരൽ ചൂണ്ടുന്നത്, ഇത് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്ന് കരുതി നീതിയുടെ ഭാഗത്ത് നിന്ന് നീതിമാനിൽ നീതിമാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിന്റെ ജാജ്വലമായ ചരിത്രയേടുകളിൽ ഇതേപോലെ പറയാൻ എത്രയെത്ര സംഭവങ്ങളാ. അത് പറയാനുള്ള സമയം നമുക്കില്ലല്ലോ. 6 കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ സമയത്തിന് ബറക്കത്ത് തരട്ടെ, അല്ലാഹു നമ്മുടെ ഇൽമിന് ബറക്കത്ത് തരട്ടെ, അതുവഴി അല്ലാഹു അമലിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അമൽ ചെയ്യാനുള്ള നിയ്യത്തോടെ നമ്മൾ ഈ സദസ്സിലിരിക്കണം. നിയ്യത്ത് നന്നായാൽ അതെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.